നമസ്കാരം. മൂവാറ്റുപുഴ നഗരസഭ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. വാർഡ് 5 മൂന്നുകണ്ടം വാർഡിലെ സ്ഥാനാർത്ഥികളോടാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി മൂവാറ്റുപുഴ ന്യൂസ് എത്തുന്നത്. മുൻപൊരിക്കൽ കൗൺസിലറായി പ്രവർത്തിച്ച അനുഭവ പരിചയമുള്ള UDFന്റെ ജെയ്സൺ തോട്ടത്തിലിനോടൊപ്പം LDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ സജീവമായി മത്സരരംഗത്തുണ്ട്. മൂന്നുകണ്ടം 5-ാം വാർഡിലെ സ്ഥാനാർത്ഥികൾ മൂവാറ്റുപുഴ ന്യൂസിന്റെ ചോദ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാം. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവലറി. നിലവിൽ വാർഡിലെ മോളേക്കുടി ഭാഗത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൃഹസമ്പർക്കം നടത്തിയപ്പോൾ വാർഡിലെ വോട്ടർമാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം. ഞാൻ വാർഡിലെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആദ്യമായി തന്നെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശമുണ്ട്. വലിയ തോതിലുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നുള്ളത് വലിയ ഒരു ഉത്തരവാദിത്വം ഞാൻ കാണുന്നു. മോളേക്കുടിയിലെ കുടിവെള്ള പ്രശ്നമാണ് ഈ വാർഡിലെ ഏറ്റവും അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ 2 ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. അത് ഒന്ന് പള്ളിക്കണ്ടം, അതുപോലെ മോളേക്കുടിയിലെ അംഗനവാടിയിലേക്ക് കുട്ടികൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിലാണ് മഴ പെയ്യുമ്പോൾ ആ റോഡിൻ്റെ അവസ്ഥ. അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ വഴിവിളക്കിൻ്റെ വിഷയങ്ങളാണ്. ആ വഴിവിളക്ക് കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യാതെ ഉള്ള സ്ഥിതിയിലാണുള്ളത്. അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. വാർഡിലെ പ്രധാനപ്പെട്ട കോളനിയിലേക്ക് ഇറങ്ങുന്ന ഒരു വഴി വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. ആ വഴി നേരെയാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആദ്യം തന്നെ ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ, തെരുവ് വിളക്കുകൾ ഇല്ല. അതെല്ലാം കറക്റ്റാക്കുവാനും അവിടെയെല്ലാം സ്ട്രീറ്റ് ലൈറ്റുകളും സംവിധാനങ്ങളും തയ്യാറാക്കുവാനും എല്ലാമുള്ള പരിശ്രമം ഉണ്ടാകും. കുടിവെള്ളക്ഷാമം രൂക്ഷമായ 1-2 പ്രദേശങ്ങളുണ്ട്. അവിടെ ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായിട്ട് വലിയ പദ്ധതി ആവിഷ്കരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. രണ്ടാമത്തെ കാര്യം, വെള്ളക്കെട്ടുള്ള പല പ്രദേശങ്ങളുണ്ട്. തോടുകൾ അതിൻ്റെ അതിർത്തി സംരക്ഷിച്ച് തോടുകൾക്ക് ആഴം കൂട്ടി നീരൊഴുക്ക് സുഗമമാക്കി ആ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ പരിശ്രമിക്കും. മൂന്നാമത്തെ കാര്യം, റോഡുകൾ കാലാകാലങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന റോഡുകൾ കുറച്ചുകൂടി അതിന് ഉയരം കൂട്ടി സംരക്ഷിക്കണം. ഒന്നാമത്തെ കാര്യം തന്നെ ഈ മോളേക്കുടിയിലെ കുടിവെള്ള പ്രശ്നമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഏതാണ്ട് 35 ലക്ഷം രൂപ ആ കുടിവെള്ള പദ്ധതിക്ക് അനുവദിച്ചിട്ട് ഒരു നയാ പൈസ പോലും ചിലവാക്കാതെ ആ പൈസ ലാപ്സായി പോയ സ്ഥിതിയുണ്ട്. അതിൻ്റെ ഭാഗമായി ആ പ്രദേശത്തെ ജനങ്ങളാകെ വലിയ ബുദ്ധിമുട്ടും ദുരിതത്തിലുമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അംഗനവാടിയിലേക്കുള്ള റോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതുപോലെ തന്നെ ഈ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളാണ് ഈ വാർഡ് അധികമുള്ളത്. അവരുടെ ഉന്നമനത്തിനായി ആവശ്യമായ പദ്ധതികൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പാർപ്പിട പദ്ധതി അടക്കം അവരുടെ വീട് മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഈ വാർഡിലെ മുഴുവൻ ആളുകൾക്കും ഒരു നല്ല ഭാവി ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്താനാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത ഒരു 25 വർഷത്തിന് ശേഷം മൂവാറ്റുപുഴ നഗരം എറണാകുളം സിറ്റിയെ പോലെയും അതേപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തെ പോലെയൊക്കെ ഒരു വലിയൊരു സ്മാർട്ട് സിറ്റി ലെവലിലേക്ക് വളരുവാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് മൂവാറ്റുപുഴ നഗരത്തെ എത്തിക്കണമെങ്കിൽ മൂവാറ്റുപുഴയിലും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തണം. അങ്ങനെ എത്തിയാൽ മാത്രമാണ് മൂവാറ്റുപുഴ നഗരവികസനം യാഥാർത്ഥ്യമാവുകയുള്ളൂ. നമ്മുടെ മൂവാറ്റുപുഴ പട്ടണത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളായ പാലം, റോഡുകൾ, അതുപോലെ തന്നെ ഹൈവേയുടെ ബൈപ്പാസുകൾ, ഇത് വരുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന, സ്വപ്നം കാണുന്ന മൂവാറ്റുപുഴ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എറണാകുളം, തിരുവനന്തപുരം ജില്ല പോലെയുള്ള വലിയൊരു മെട്രോപൊളിറ്റൻ നഗരമായിട്ട്, മെട്രോപൊളിറ്റൻ ജില്ലയായിട്ട് മൂവാറ്റുപുഴ മാറും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളം വളരെ പെട്ടെന്ന് വികസിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുകയാണ്. ലോകത്തിൻ്റെ മുന്നിൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒന്നാമതായിട്ടുള്ള ഈ കേരളം, അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന മൂവാറ്റുപുഴ നഗരസഭ എറണാകുളം ജില്ല പോലെ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല പോലെ ഉള്ള ഒരു സ്ഥിതിയിലേക്ക് വരണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം മൂവാറ്റുപുഴ ഒരു ജില്ലയാവുക എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ആവശ്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട്
നമ്മുടെ മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളെ പോലെ നമ്മുടെ മൂവാറ്റുപുഴയും മാറിത്തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പ്രാധാന്യമേറിയ വിഷയമായി 3 സ്ഥാനാർത്ഥികളും തിരിച്ചറിയുന്നു. സജീവ് ടി എം വെള്ളക്കെട്ടും വഴിവിളക്കും ഇതേ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. 5 വർഷം കൊണ്ട് വഴി, വെള്ളം, വെളിച്ചം എന്നിവ വാർഡിലെ എല്ലാ വീടുകളിലും എത്തിക്കുമെന്ന് ചിയാൻ ശ്രീനാഥ് നായർ പറയുമ്പോൾ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും തോട്ടിലെ നീരൊഴുക്ക് വർദ്ധിപ്പിച്ച വെള്ളക്കെട്ട് ഒഴിവാക്കാനുമാണ് ജെയ്സൺ തോട്ടത്തിലിന്റെ മുൻഗണന. കുടിവെള്ളത്തോടൊപ്പം സർക്കാർ പാർപ്പിട പദ്ധതികളും വീട് മെയിന്റനൻസിനുള്ള സഹായവും വാർഡിലെ അർഹതപ്പെട്ടവർക്ക് 5 കൊല്ലം കൊണ്ട് എത്തിച്ചു നൽകുമെന്ന് സജീവ് പറയുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം മൂവാറ്റുപുഴ ജില്ലയായി മാറണമെന്ന കാര്യത്തിൽ 3 പേരും ഒരേ അഭിപ്രായക്കാരാണ്. ഇത് 5-ാം വാർഡിന്റെ ചിത്രമാണ്. മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം വീണ്ടും കാണാം. നന്ദി. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവലറി.